ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അതിനൊരു സേഫ് സൈഡ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം. എന്തെങ്കിലും ഒരു കാരണം വന്ന് പോലീസോ വല്ലതും വന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ. ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതെയുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്നെക്കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി. അതൊരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല. ഇതെല്ലാം ആവശ്യം വന്ന 99.5% എന്നാണ് എന്നോട് പറഞ്ഞത്. കുഴപ്പമായി എന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞൊരു വീഡിയോ. അതുകൊണ്ട് വരില്ല, എന്ത് വന്നാലും വരില്ല, പക്ഷേ ഇനി എങ്ങാൻ വന്നാൽ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ്. ഇതുപോലൊരു ചതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ്. എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ചതിക്കപ്പെട്ടു ഞാൻ അവരുടെ കൂടെ എൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ഞാൻ അവരുടെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് പറ്റിപ്പോയി. എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഞാൻ മടുത്തു. ഇനി എനിക്കൊരു ബന്ധവും വേണ്ട. എൻ്റെ പേര് ദേവിക. എൻ്റെ വീട് രാമംഗലത്താണ്. എൻ്റെ അച്ഛൻ്റെ പേര് വിജയൻ. എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു. അത് വീട്ടിലറിഞ്ഞു. അത് തടഞ്ഞു. നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അവനെ കള്ളക്കേസിൽ കൊടുക്കി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അവനെ കൊല്ലാൻ വരെ നോക്കിയ തെളിവുകളുണ്ട്. സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാണ്. അതുകൊണ്ട് ഇനി നോക്കണ്ട, എന്നെ അന്വേഷിക്കണ്ട. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോണ.